നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊപ്രയും വെളിച്ചെണ്ണയും മാത്രമല്ല, ചിരട്ട വിലയും കുതിക്കുന്നു. തെങ്ങ് കൃഷിയിലേക്ക് തിരിഞ്ഞ് കർഷകർ. തേങ്ങയും കൊപ്രയും വെളിച്ചെണ്ണയും മികച്ച വില നിലവാരത്തിൽ തുടർന്നതോടെ തെങ്ങ് കൃഷിയിലേക്ക് തിരിയുന്ന കർഷകരുടെ എണ്ണമേറുന്നു. തേങ്ങയും വെളിച്ചെണ്ണയും കൊപ്രയും മാത്രമല്ല, ചിരട്ട പോലും വിലയിൽ കത്തിക്കയറിയതാണ് കർഷകരുടെ പ്രതീക്ഷയേറാൻ കാരണം. ചിരട്ടയ്ക്ക് 35 രൂപ വരെയും വിലയുണ്ട്. ഉപേക്ഷിച്ചിരുന്ന ചിരട്ട ഇപ്പോൾ ഡിമാൻഡുള്ള വസ്തുവായി. ആവശ്യക്കാരേറി. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ മാറ്റമുണ്ടാകുന്നുണ്ടെങ്കിലും അത് കൃഷിയെ ബാധിച്ചിട്ടില്ല. കൂടുതൽ കർഷകർ തെങ്ങിൻ തൈകൾ വാങ്ങുന്നുണ്ട്. കൃഷിഭവനുകളിൽ കർഷകർ ആവശ്യപ്പെട്ടത് 48,500 തൈകൾ. ഇതുവരെ എത്തിച്ചത് 17,648 എണ്ണം. ഇതിൽ 3000 എണ്ണം പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി ഫാമിൽ നിന്ന്. കൂടുതൽ എത്തിക്കാൻ നടപടി തുടരുന്നു. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി ഫാമുകളിൽ നിന്ന് കൂടുതൽ തൈകൾ എത്തിച്ച് വിതരണം ചെയ്തിരുന്നു. ഏത് സീസണിലും കുറ്റ്യാടി തൈകൾക്കാണ് പ്രിയം കൂടുതൽ. മികച്ച ഉൽപാദനക്ഷമതയും ആരോഗ്യവുമാണ് ഇതിന് കാരണം. കുറവലങ്ങാട് കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ദിവസേന 25 മുതൽ 30 വരെ തൈകൾ വിൽക്കുന്നുണ്ട്. മുൻപ് ഇത് 10-ൽ താഴെയായിരുന്നു. ഇവിടെ ഇത്തവണ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചത് 4000 ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ. ഡാർഫ് ഇനത്തിൽ ഉൾപ്പെട്ട കുള്ളൻ തെങ്ങിൻ്റെ 1900 തൈകളും ഉൽപ്പാദിപ്പിച്ചു. ഏറെ ആവശ്യക്കാരുള്ള നാടൻ തെങ്ങിൻ്റെ തൈകൾ വിതരണത്തിന് പാകമായിട്ടില്ല. ഇത് ഏകദേശം 6500 എണ്ണമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തു നിന്നാണ് കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദനത്തിന് വിത്ത് തേങ്ങ കൊണ്ടുവരുന്നത്. സ്വകാര്യ നഴ്സറികളിലും തെങ്ങിൻ തൈകളുടെ വിൽപ്പന വർദ്ധിച്ചു. ടി ശ്രീലങ്കൻ ഹൈബ്രിഡ് കുറ്റ്യാടി തൈകൾക്ക് ആവശ്യക്കാർ കൂടിയതായി നഴ്സറി ഉടമകൾ പറയുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത്, വെച്ചൂർ, കുറിച്ചി, വാഴപ്പിള്ളി, നിണ്ടൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ കൃഷി വകുപ്പ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടി വകുപ്പ് തുടങ്ങി. ഇത് തെങ്ങ് കൃഷിക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. ഇവ ശ്രദ്ധിക്കണം. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതുമായ തെങ്ങുകൾ വെട്ടിമാറ്റുക. സ്ഥലഘടന അനുസരിച്ച് തൈകൾ നടുക. പരിപാലനം പ്രധാനമാണ്. കർഷകർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക. പുരയിടത്തിൽ സമ്മിശ്ര കൃഷി രീതി നടപ്പാക്കുക. കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ കാർഷിക രംഗത്തെ വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്തുക. അപ്പോൾ തെങ്ങ് കൃഷിയിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.